നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. മകൾക്കെതിരായ ആരോപണത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. മകൾ ബിസിനസ് തുടങ്ങിയത് പെൻഷൻ പണം ഉപയോഗിച്ചെന്ന് പിണറായി വിജയൻ. തന്റെ കൈകൾ ശുദ്ധമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ അഴിമതി ആരോപണവുമായി PV അൻവർ. സിൽവർ ലൈൻ അട്ടിമറിക്കാൻ VD സതീശൻ പണം കൈപ്പറ്റിയെന്ന് ആരോപണം. ഈ കൊടും ചതി ചെയ്യുന്നതിനായി ഈ തിരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ എത്ര പണം ചെലവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ? 3 ഘട്ടങ്ങളിലായി 150 കോടി സതീഷിന്റെ കൈകളിൽ എത്തിയെന്നും PV അൻവർ. പരിഹസിച്ച് VD സതീശൻ. കേരളത്തിലെ IT രംഗം ഭയങ്കരമായിട്ട് കുതിച്ചുയരുമായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ IT കമ്പനിക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തു. പ്രതിപക്ഷ നേതാവിന് 150 കോടി രൂപ കൊടുത്തു. അത് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാട് എത്തിച്ചു. അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി. പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ അത് ഏത് വഴിക്കാ പോയെന്ന് പറഞ്ഞില്ല. മുൻമന്ത്രി K ബാബുവിന്റെ സ്വത്ത് കണ്ടുകെട്ടി ED. നടപടി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ. കണ്ടുകെട്ടിയത് 26 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ. ഗ്യാൻവാപ്പി മസ്ജിദിൽ നിർണായക വിധിയുമായി വാരണാസി കോടതി. മസ്ജിദിന്റെ ഒരു ഭാഗത്ത് പൂജയ്ക്ക് അനുമതി. 7 ദിവസത്തിനുള്ളിൽ പൂജ തുടങ്ങാമെന്നും കോടതി. രാമക്ഷേത്ര നിർമ്മാണത്തെ പ്രകീർത്തിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു. വനിതാ സംവരണ ബിൽ പാസാക്കിയത് ചരിത്ര നേട്ടമെന്നും നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി. പാർലമെന്റിൽ മാന്യമല്ലാത്ത പെരുമാറ്റം അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി. സഞ്ജീവ് ശിവൻ ചിത്രം ഒഴുകി തിയേറ്ററുകളിലേക്ക്. ഫെബ്രുവരി 2-ന് റിലീസ് ചെയ്യും. ചിത്രം പറയുന്നത് അജ്ഞാത മൃതദേഹം തേടിയുള്ള 12കാരന്റെ ജീവിതം.